ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. 35 വർഷത്തെ കഥ എൻ്റെ അടുത്ത് 15 മിനിറ്റ് കൊണ്ട് പറയാനാണ് പറഞ്ഞത്. അതുപോലെ 2 ലക്ഷത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് 125 കോടിയിലെത്തി ഇരിക്കുന്ന കോഴിക്കോടൻസിൻ്റെ കഥ തുടങ്ങുന്നത് മാങ്കാവ് നിന്നാണ്. കോഴിക്കോട് മാങ്കാവ് എന്ന് പറഞ്ഞൊരു പ്രദേശം ഈ തേങ്ങ കച്ചവടത്തിന് ഭയങ്കര ഫേമസ് ആയിരുന്നു അന്ന്. വല്യുപ്പ തേങ്ങ കച്ചവടമായിരുന്നു. പിന്നെ വല്യുപ്പൻ്റെ മക്കൾ, എൻ്റെ ഉപ്പ ഏറ്റവും താഴെയുള്ള ആളാണ്. ഏറ്റവും മൂത്ത ആൾ ചിപ്സ് ഹലുവ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. മാങ്കാവിലായിരുന്നു. ഉപ്പ മൂത്താപ്പൻ്റെ കൂടാണ് തുടങ്ങിയത്. ഞാനൊരു പ്രൊഫഷണൽ ബിസിനസ് ഒന്നുമല്ല, അതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ മാങ്കാവെന്ന് ഞാൻ പറഞ്ഞു. മാങ്കാവ് അന്ന് ഭയങ്കര ഫേമസ് ആയിരുന്നു തേങ്ങ കച്ചവടത്തിന്. ഉപ്പക്ക് തേങ്ങ കച്ചവടമായിരുന്നു. അങ്ങനെ ഉപ്പൻ്റെ ബ്രദേഴ്സും വലിയുപ്പൻ്റെ കാലശേഷം ഉപ്പൻ്റെ ബ്രദേഴ്സ് എല്ലാം ഈ തേങ്ങ കച്ചവടത്തിലായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാം, അഭിമാനത്തോടെ പറയാം, ഇന്ന് അന്ന് വല്യുപ്പ ചെയ്ത ആ തേങ്ങ ഇന്ന് നമ്മൾ US ഉൾപ്പെടെ 20ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ബേക്കറി ബിസിനസ്സിലേക്ക് വന്ന കഥ ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയാം. ഉപ്പ മൂത്താപ്പൻ്റെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മൂത്ത സഹോദരൻ ഹാരിസ് ഉപ്പൻ്റെ കൂടെ മൂത്താപ്പൻ്റെ അവിടെ ജോലിക്ക് പോകും. മൂപ്പര് സ്കൂളിൽ അങ്ങനെ പഠിച്ചിട്ടില്ല, 5ാം ക്ലാസ്സാണ് പഠിച്ചത്. ആളിവിടെ ഇരിക്കുന്നുണ്ട്. 5ാം ക്ലാസ് വരെ പോയിട്ടേ ഉള്ളൂ. അങ്ങനെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ നിന്ന് അവസാനിപ്പിച്ച് ഉപ്പൻ്റെ കൂടെ പണിക്ക് പോയി തുടങ്ങി. അവിടെ നിന്ന് ഏകദേശം ഒരു 15-16 വയസ്സായപ്പോൾ പുള്ളിക്ക് എങ്ങനെയെങ്കിലും ഗൾഫ് പോകണമെന്നായി. അങ്ങനെ ഗൾഫിലുള്ള അമ്മാവൻ അന്ന് ഈ പാസ്പോർട്ട് 15 വയസ്സിലൊക്കെ 18 വയസ്സെന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ അത് ട്രൈ ചെയ്തു. അപ്പം അമ്മോൻ പറഞ്ഞു, വെറുതെ അവിടെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, നിനക്ക് അറിയുന്ന പണി ഇവിടുന്ന് ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെ തുടങ്ങിക്കൂടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു 25,000 റുപ്യ മൂപ്പര് സഹായിച്ചു. അതിന് ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു ചട്ടിയും കുറച്ച് പാത്രങ്ങളും ഒരു പൂട്ടിപ്പോയ കമ്പനിയിൽ നിന്ന് പോയിട്ട് വാങ്ങണം. അങ്ങനെ വീടിൻ്റെ സൈഡിലുള്ള ഒരു ഷെഡിൽ ചിപ്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അന്ന് നമ്മളൊക്കെ പഠിക്കുന്ന കാലമാണ്. അങ്ങനെ മൂപ്പര് ഒരു സൈക്കിൾ വാങ്ങിച്ചു. ആ സൈക്കിള് ആയിട്ട് രാവിലെ പാളയത്ത് പോവും. ഞാൻ കുറച്ച് ഇമോഷണലായി പോകുന്നുണ്ട് സംസാരിക്കുമ്പോൾ. അങ്ങനെ ആ സൈക്കിളുമായിട്ട് പാളയത്ത് പോയിട്ട് ഈ അന്ന് പാളയത്ത് ഈ ലോറിയിൽ പച്ചക്കായ ലോഡ് വരും. അത് ലോഡ് ഇറക്കി കഴിഞ്ഞാൽ അതിൽ ഇരികായ എന്ന് പറയും, ഈ ഉരിഞ്ഞു വെക്കുന്ന കായുണ്ട്. അത് മൂപ്പര് പെറുക്കി, അത് പൈസ വളരെ കുറവാണ്, അത് പെറുക്കിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് വീടിൻ്റെ സൈഡിലുള്ള ഒരു ഷെഡിൽ നിന്ന് വാപ്പ കായ പൊളിക്കും, മൂപ്പര് ചട്ടിക്ക് നിന്നിട്ട് പൊരിക്കും. ഉമ്മയും പെങ്ങളും നമ്മളെല്ലാവരും മക്കളെല്ലാവരും കൂടി അത് പാക്ക് ചെയ്യും. അങ്ങനെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു പീടിക ചരുവുണ്ട്. ഫ്രണ്ടിൽ ഷോപ്പും ബാക്കിൽ നമ്മളെ വീടുമായിരുന്നു. അവിടുന്ന് അത് വിൽക്കും. എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 500 മുതൽ 750 രൂപ ആ രീതിയിലാണ് കച്ചവടം. അങ്ങനെ അവിടുന്ന് ചെറിയ രീതിയിൽ അടുത്തുള്ള ഷോപ്പുകളിലേക്കൊക്കെ സപ്ലൈ ചെയ്ത് തുടങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു.
കപ്പ, മിക്സ്ചർ, ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ. അങ്ങനെ അവിടെ നിന്ന് അടുത്തുള്ള ബേക്കറികളിലേക്കൊക്കെ സപ്ലൈ ചെയ്ത് തുടങ്ങി. ആ സമയത്താണ് ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ചെറുതാണെന്ന്. അന്ന് പുള്ളിക്കാരനൊരു രാഷ്ട്രീയ പരിപാടികളുണ്ട്. അങ്ങനെ അന്ന് അവിടെ മത്സരിച്ച ഒരാൾ അവിടുന്ന് ജയിച്ചപ്പം എതിർ സ്ഥാനാർത്ഥി, അത് നമ്മൾ ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് ചെയ്യുന്നതിന് ലൈസൻസ് ഒന്നും ഇല്ല, ചെറിയ രീതിയിലില്ലേ. അങ്ങനെ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയത് ഒരു കോർപ്പറേഷൻ ഒരു നോട്ടീസാണ്, 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ കട അടച്ച് പൂട്ടണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ നോട്ടീസുമായിട്ട് കരഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിൽ പോയി. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ആരാണ്ടോ നിനക്ക് തന്നത്, നിൻ്റെ ഷോപ്പ് ആരും പൂട്ടിക്കാൻ വരില്ല, നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് കീറിക്കളഞ്ഞ് അവിടുന്ന്. ഞാൻ അന്ന് വിചാരിച്ചത് 24 മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാ പരിപാടിയും അവസാനിപ്പിച്ചു എന്ന്. അന്ന് അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഹോൾസെയിൽ സ്ഥാപനങ്ങളിലേക്ക് സപ്ലൈ ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് ഹാരിസ്കൊക്കെ ദുബായിലൊരു ദുബായിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ അതിൻ്റെ ചെയർമാനായിട്ട് വേറൊരു ബിസിനസ്സുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ അവിടെ പോയി അത് സംസാരിക്കുന്ന ആ വിഷയം ഒരു ഈത്തപ്പഴം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സായിരുന്നു. അങ്ങനെ അവിടെ പോയി ഇത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ ഒരു മാനേജറുണ്ട്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പരിപാടി? അപ്പം ഞാനിങ്ങനെ ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കടകളിലൊക്കെ സപ്ലൈ ചെയ്യലാണ്. അപ്പം അതിൻ്റെ ചെയർമാൻ പറഞ്ഞു, ഇയാൾ നമ്പർ വാങ്ങിച്ചോ, നമുക്ക് ആവശ്യം ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നൊരു 2-3 അവർ തിരിച്ചു വന്നു. അവർ പോയ പരിപാടികളൊന്നും നടന്നില്ല. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അവരെ കൊച്ചി ഓഫീസിലേക്ക് നമ്മളെ പ്രൊഡക്റ്റൊക്കെ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ 3 ആളും അവിടെ പോയി. അവരെ മാനേജറും എല്ലാം ഉണ്ട്, ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, നമുക്ക് ഒരു കണ്ടെയ്നർ സാധനം വേണം, നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് തരാൻ പറ്റും? അന്ന് നമുക്കൊരു കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എത്ര ആണെന്നോ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരാഴ്ച കൊണ്ട് തരാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് ഈ അവർ പറഞ്ഞ ക്വാണ്ടിറ്റി അവർ പറഞ്ഞതിനേക്കാളും 2 ദിവസം മുമ്പ് അവിടെ എത്തിച്ചു കൊടുക്കണം. അത് മിഡിൽ ഈസ്റ്റിലേക്ക്, ദുബായിലേക്കുള്ള ഒരു ഓർഡറായിരുന്നു. അങ്ങനെയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് പുറത്തെത്തുന്നത്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബിസിനസ് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോടൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എങ്ങനെ നമുക്ക് പുറത്ത് നമ്മളെ ഓൺ പ്രോഡക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് നമ്മളെ കോഴിക്കോടൻസ് എന്നുള്ള ബ്രാൻഡിന് ഫസ്റ്റായിട്ട് ഒരു കസ്റ്റമർ വരുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു സാമ്പിൾ ഓർഡർ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കൺസൈൻമെൻറ്റ് നമ്മൾ അയച്ചു. അവിടെ നിന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു കണ്ടെയ്നറാണ് ഓർഡർ വന്നത്. ഇന്ന് നമ്മൾ ഓസ്ട്രേലിയ മാത്രം മാസം 8 കണ്ടെയ്നറോളം സ്നാക്സും ഫ്രോസൺ ഫുഡ്സും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തുടങ്ങി ഡെവലപ്പായി നമ്മൾ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഫോം ചെയ്തു. കാക്കഞ്ചേരി കിൻഫ്രയിൽ നമുക്കൊരു ലാൻഡ് കിട്ടി. അപ്പോൾ അവിടെ ഒരു നല്ല രീതിയിലൊരു പ്രൊഡക്ഷൻ പ്ലാന്റ് സെറ്റ് ചെയ്തു. അതിൽ പിന്നെ നമ്മൾ ഫ്രോസൺ ഫുഡ് ആഡ് ചെയ്തു, റെഡി ടു ഈറ്റ് ഫ്രോസൺ ഫുഡ് എന്ന് പറയുമ്പം നമ്മളെ മലബാർ എന്നുള്ള ഈ പഴം നിറച്ചത്, ഉന്നക്കായ, സമോസ, ഇങ്ങനെ വെറൈറ്റി ഓഫ് സ്നാക്സ് നമ്മൾ ആഡ് ചെയ്തു. ഇന്ന് കോഴിക്കോടൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഏകദേശം 27ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു.
നമ്മൾ എക്സ്പാൻഷൻ അടുത്തത് മട്ടന്നൂർ കിൻഫ്രയിൽ ലാൻഡ് എടുത്തു. കോഴിക്കോട് കിൻഫ്രയിൽ തന്നെ ഒരു ഏകദേശം ഒരു 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള എക്സ്പാൻഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വളർച്ച വളരെ സ്ലോയിലായിരുന്നു. നമ്മളൊരു 35 വർഷം കൊണ്ടാണ് നമ്മൾ ഈ 2.5 ലക്ഷം ടേൺ ഓവർന്ന് ഈ ഒരു 120-125 കോടിയിലേക്ക് എത്തിയത്. നമ്മുടെ അടുത്ത ഉദ്ദേശം നമ്മുടെ ഈ മലബാറിൻ്റെ ഈ കോഴിക്കോടൻസ് എന്ന് പറയുന്ന അത് അങ്ങനെ ക്ലിക്കാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ മലബാർ സൈഡിൽ നിന്നൊന്നും അധികം ഈ ചിപ്സും ഇതൊന്നും അങ്ങനെ മാർക്കറ്റിൽ പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അധികം ഈ നമ്മളെ ഈ കോട്ടയം ഈ തിരുവനന്തപുരം സൈഡിൽ നിന്നുള്ള ചിപ്സൊക്കെ ആയിരുന്നു എത്തിയത്. അപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആരാണ് ഇത് ഇത്രയും കൂടുതൽ ഈ ഓസ്ട്രേലിയയിലൊക്കെ ഈ ബനാന ചിപ്സ് കഴിക്കുന്നതെന്ന്. നമ്മൾ മാർക്കറ്റ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയി നോക്കുമ്പം അവിടെയുള്ള ഓസ്ട്രേലിയൻസ് പോലും നമ്മുടെ ഈ ബനാന ചിപ്സ് അത്രയധികം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ട്രഡീഷണൽ സ്നാക്സ് കുറേ ആഡ് ചെയ്തു. പിന്നെ അടുത്തത് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പുതിയ മാർക്കറ്റ്, ഇപ്പം 27 കൺട്രിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇനി പുതിയ രാജ്യങ്ങളിലേക്ക് കോഴിക്കോടൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എത്തിക്കുക എന്നുള്ളതാണ്. ഏകദേശം സമയം കഴിഞ്ഞിട്ടുണ്ട്. We would like to have here Kozhikode Agro Products inde directors aya Mr. Harris and Mr. Faijaz. Media One Business Conclave 2026 inde സ്നേഹാദരം ഇവർക്ക് കൈമാറുവാൻ വേദിയിലേക്ക് മീഡിയ വൺ ന്യൂ മീഡിയയുടെ ഹെഡ് ശ്രീ നിഷാദ് റാവുത്തറിനെ ക്ഷണിക്കുന്നു. ടീം കോഴിക്കോടൻസിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു.